വെൽക്കം ടു കെ ഫോക്കസ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഫിസിക്സിനകത്ത് 4th ചാപ്റ്ററിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 9 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആ 9 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മാർക്ക് ഉണ്ട്, 2 മാർക്ക് ഉണ്ട്, 1 മാർക്ക് ഉണ്ട്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് പഠിച്ചേക്കാം. ഏകദേശം ഈ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ആവും അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്കും. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത്. Force acting on a charge moving in magnetic field മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് F equal to QVB. Q ചാർജ്, V വെലോസിറ്റി, B മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇതിനെ വെക്ടർ ഫോമിൽ എഴുതണമെങ്കിലോ Q ഇൻറ്റു V ക്രോസ് B. കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ലോറൻസ് ഫോഴ്സ്? എന്താ ലോറൻസ് ഫോഴ്സ്? ഫോഴ്സ് ആക്ടിങ് ഓൺ എ charged particle in combined electric and magnetic field. ഷോർട്ടാക്കി എഴുതിയതാണ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഒരേപോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇക്വേഷൻ F equal to QE പ്ലസ് QVB. ഇതും വെക്ടർ ഫോമിൽ എഴുതണമെങ്കിലോ ക്യൂവിനെ പുറത്തേക്ക് എടുക്കുക, ഈ വെക്ടറാണ്, പ്ലസ് എന്ത് കൊടുക്കുക? V ക്രോസ് B കൊടുക്കുക. അത്രയേ ഉള്ളൂ. കഴിഞ്ഞു. അടുത്തത് വാട്ട് ഈസ് ദി പാത്ത് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്ററിങ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ, V വെലോസിറ്റി അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന അതിൻ്റെ പാത്ത് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. B മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു ചാർജ് വരുന്നതെങ്കിൽ അവിടുത്തെ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് എന്തായിരിക്കും എന്നാണ്. പാത്ത് സർക്കുലർ പാത്തായിരിക്കും. അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മോഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സർക്കുലർ മോഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറയാം, അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുമെന്ന് പറയാം. എന്ത് വേണമെങ്കിലും കറക്റ്റ് ആൻസർ ആണ്. സർക്കുലർ പാത്തിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിവോൾവ് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും, ഒക്കെയാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് സ്പീഡ്? ഓക്കെ, അത് സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്തുവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. അത് ആർക്ക് ഈക്വൽ ആണ്? QVBക്ക് ഈക്വൽ ആണ്. രണ്ട് സൈഡിൽ ഓരോ V വീതം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി V ഈക്വൽ ടു എന്ത് കിട്ടും? QBR ബൈ, ഈ ആർ ഇപ്പുറത്തേക്ക് വരും, QBR എന്ന് വരും, ബൈ ഇനി ഇവിടെ ആരാ ബാക്കിയുള്ളത്? എമ്മും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ക്ലിയർ ആണോ? സ്പീഡ് എന്ന് പറയുന്നത് QBR ബൈ M. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഷോ ദാറ്റ് ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. സർക്കുലർ മോഷനിൽ ഒരു വട്ടം കറങ്ങുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ആണ്. ബൈ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടി, QBR ബൈ M. എമ്മും ക്യാൻസൽ, ആറും കട്ടായി പോവും. ബാക്കി എന്ത് കിട്ടും? 2πm ബൈ QB. 2πm ബൈ QB. ഇതിനകത്ത് വെലോസിറ്റി ഉണ്ടോ? വെലോസിറ്റി ഇല്ല. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ഓഫ് വെലോസിറ്റി. ഈ ക്വസ്റ്റ്യൻ തന്നെ ടൈം പീരീഡിന് പകരം നമുക്ക് ഫ്രീക്വൻസി വെച്ചും ചോദിക്കാം. ഷോ ദാറ്റ് ഫ്രീക്വൻസി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വെലോസിറ്റി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്. എന്ന് വെച്ചാൽ ഇതിനെ നേരെ തലതിരിച്ച് എഴുതുക. എന്ത് കിട്ടും? QB ബൈ 2πm. അപ്പോഴും അവിടെ ആരില്ല? വെലോസിറ്റി ഇല്ല. അപ്പോൾ ഫ്രീക്വൻസി ഇൻഡിപെൻഡൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് കിട്ടി. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ?
ഇനി ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റും കൂടി പറഞ്ഞേക്കാം. പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ സർക്കുലർ പാത്താന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പാരലൽ ആയിട്ടാണ് എൻട്രി ചെയ്യുന്നതെങ്കിലോ? പാരലൽ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പാത്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ക്ലിയർ ആണോ? സ്ട്രെയിറ്റ് ലൈൻ, ലീനിയർ അല്ലേ? ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻ, ഒരേ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്യുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം, ലീനിയർ എന്ന് പറയാം, ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്കും ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് തന്നെ വരുന്നത് കേട്ടോ. ഈ സർക്കുലർ പാത്ത് ചോദിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം കൂടി ചോദിക്കും എന്നല്ല പറയുന്നത്, 1-2 ചോദിക്കാം. ചിലപ്പോൾ ലെക്കുണ്ടെങ്കിൽ എല്ലാം ചോദിക്കാം കേട്ടോ. ഒരു 4-5 മാർക്കൊക്കെ ഒന്നിച്ചിങ്ങ് പോന്നോളൂ. നോക്കിക്കേ, ഇസ് ദർ എനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡ്യൂറിങ് റൊട്ടേഷൻ? കൈനറ്റിക് എനർജിക്ക് വല്ല മാറ്റം ഉണ്ടോന്ന്? കൈനറ്റിക് എനർജി ½ mv², ദാറ്റ് ഈക്വൽ ടു ½ m ഇൻറ്റു v². v² ആരായിരുന്നു? QBr/m അല്ലേ? നോക്കിയേ, QBr/m. v² അല്ലേ? ഇവിടെ ഒരു സ്ക്വയർ കൊടുക്കാം, താഴെ ഒരു സ്ക്വയർ കൊടുക്കാം, ഒരു എമ്മും ക്യാൻസൽ ആകും. ബാക്കി വരുന്നത് QBr²/2m. QBr²/2m. Q കോൺസ്റ്റന്റ് ആണ്, B കോൺസ്റ്റന്റ് ആണ്, സർക്കുലർ പാത്തിന്റെ റേഡിയസ് കോൺസ്റ്റന്റ് ആയിരിക്കും, M കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്. ഇതെല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ കൈനറ്റിക് എനർജി ചേഞ്ച് ആവുമോ? ചേഞ്ച് ആകത്തില്ല. അപ്പോൾ ഒന്നുകിൽ നോ ചേഞ്ച് എന്ന് ഒറ്റയടിക്കങ്ങ് എഴുതിയേക്കുക. കുറച്ചും കൂടെ നമുക്ക് മാർക്കൊന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇതും കൂടി എഴുതുക. ഓക്കെ, ഇനി 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെറുതെ നോ ചേഞ്ച് എന്ന് എഴുതിയാൽ മതി. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതും കൂടി എഴുതിക്കും, അതായിരിക്കും ഒന്നും കൂടി സേഫ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മളിപ്പോൾ 2 കേസ് പറഞ്ഞു. പെർപെൻഡിക്കുലർ ആണെങ്കിൽ സർക്കുലർ ആണെന്ന് പറഞ്ഞു, പാരലൽ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു. ഇതൊന്നും അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ NCERT-ക്കകത്തുള്ളതാണ്, ചോദിക്കാറുള്ളതാണ്. വാട്ട് ഈസ് ദ ട്രജക്ടറി ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇഫ് ഇറ്റ് എൻട്രിങ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി മാഗ്നറ്റിക് ഫീൽഡ്? നമ്മൾ നേരത്തെ പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡ് ഇതാണെങ്കിൽ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ്. ഇത് പെർപെൻഡിക്കുലർ അല്ല, ഇങ്ങനെ ഒരു v വെലോസിറ്റി തീറ്റ ആംഗിളിലാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ പാത്ത് ഹെലിക്കൽ പാത്തായിരിക്കും. ഇനി വാട്ട് ഈസ് ദ പിച്ച്? റൈറ്റ് ദി എക്സ്പ്രഷൻ. ഇനി ഈ ഹെലിക്കൽ പാത്ത് എന്ന് പറയുന്നത്, ഇപ്പം ഞാനിവിടെ പറഞ്ഞു, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ്, ഇതിലേക്കൊരു v വെലോസിറ്റിയിൽ തീറ്റ ആംഗിളിലാണ് വരുന്നത്. ഇതിനെ നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് നമുക്കിവിടെ റിസോൾവ് ചെയ്യാൻ പറ്റും. ഇത് v സൈൻ തീറ്റ വരും, v കോസ് തീറ്റ വരും. ഈ സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കും. പക്ഷേ ഈ കോസ് തീറ്റ എന്നുള്ള കമ്പോണൻറ്റ് ഇതിനിങ്ങനെ മുമ്പോട്ടും കൂടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കും, ഇത് മുമ്പോട്ട് ട്രാൻസ്ലേഷണൽ മോഷൻ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ആ വേർഡൊന്നും പഠിക്കാൻ നിൽക്കണ്ട, ഇതിനെ കുറച്ചുകൂടി മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് പഠിച്ചാൽ മതി. ഓക്കെ ആണോ? ഈ പാത്തിനെയാണ് നമ്മൾ ഹെലിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഹെലിക്കൽ എന്ന് പറയുന്നത്. ഇനി ഈ ഹെലിക്കൽ പാത്തിൽ ഈ 2 റൊട്ടേഷൻ്റെ ഇടയ്ക്ക് ഇത് ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. പിച്ച്. അപ്പോൾ പിച്ച് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് മൂവ്ഡ് ബിറ്റ്വീൻ 2 സക്സസീവ് റൊട്ടേഷൻ, അടുത്തടുത്തുള്ള റൊട്ടേഷൻ ഇടയ്ക്ക്. റൊട്ടേഷൻ അല്ലെങ്കിൽ റെവല്യൂഷൻ ഇൻ ഹെലിക്കൽ മോഷൻ. ഹെലിക്കൽ മോഷൻ്റെ ഇടയ്ക്ക് 2 റൊട്ടേഷൻ ഇടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? പിച്ച് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ പിച്ചിൻ്റെ എക്സ്പ്രഷനും കൂടി ചോദിച്ചിട്ടുണ്ട്. പിച്ച് എന്ന് പറയുന്നത് ശരിക്കും ഡിസ്റ്റൻസ് തന്നെയല്ലേ? ഡിസ്റ്റൻസ് ആണുള്ള ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. പക്ഷേ ഇവിടെ നമ്മൾ വെലോസിറ്റി 2ആയിട്ട് റിസോൾവ് ചെയ്തിട്ട് കോസ് തീറ്റയാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കോസ് തീറ്റ കൊടുത്തേക്കാം. ഇൻറ്റു ടൈം ആണ്. ടൈം എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു തൊട്ട് മുമ്പ് അല്ലേ? ടൈം എന്തായിരുന്നു? 2πm/qb. 2πm/qb. v cos theta into 2πm/qb ഇട്ട് കൊടുത്താൽ മതി.
അത്യാവശ്യം വെലോസിറ്റിയുടെ ടൈം പീരീഡിൻ്റെ ഒക്കെ എക്സ്പ്രഷൻ ഒന്ന് പഠിച്ചിട്ടോണം കേട്ടോ. വെലോസിറ്റി ടൈം പീരീഡ് ഒക്കെ ഒന്ന് പഠിച്ചിട്ടോണം. ഇനി ശരിക്കും ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. mv²/r = qvb. ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. mv²/r = qvb. അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓർത്തിരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വിയുടെ എക്സ്പ്രഷനും ടിയുടെ എക്സ്പ്രഷനും ഒക്കെ ഒന്ന് പഠിച്ചിട്ടേക്കുക. കാരണം പിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് സൈഡിലേക്കൊന്ന് മാറ്റി mv²/r = qvb എന്ന് എഴുതി പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ അതൊന്ന് പഠിച്ചിട്ടേക്കുക. സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഏകദേശം 1 2 3 4 5 6 7 8 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ 8ആയിട്ട് കൂട്ടണ്ട, കാരണം ഇതെല്ലാം കൂടി ഒറ്റ സെറ്റ് ക്വസ്റ്റ്യനകത്ത് വരുന്നതാണ്. ഇതെല്ലാം കൂടി 1 മാർക്കും 2 മാർക്കും ഒക്കെ ആയിട്ട് ഒറ്റ സെറ്റിനകത്ത് വരുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ സബ് പാർട്സ് ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഹെലിക്കൽ എന്താണെന്ന് ചോദിക്കാം, അതിൻ്റെ കൂടെ തന്നെ പിച്ച് ചോദിക്കാം, അതിൻ്റെ എക്സ്പ്രഷൻ എഴുതാനായിട്ട് ചോദിക്കാം. അതേപോലെ ഇവിടെ സർക്കുലർ പാത്ത് എന്താണെന്ന് ചോദിക്കാം, വെലോസിറ്റി ചോദിക്കാം, ടൈം പീരീഡ് ഓഫ് ഫ്രീക്വൻസിയോ ചോദിക്കാം, കൈനറ്റിക് എനർജി ചോദിക്കാം. അതെല്ലാം കൂടി നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് ബയോട്ട്-സാവേർട്ട്സ് ലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബയോട്ട്-സാവേർട്ട്സ് ലോ എന്താ പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് dB ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ എഴുതിക്കണം കേട്ടോ. ഞാൻ ഷോർട്ടാക്കി എഴുതുന്നേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് dB ഡ്യൂ ടു കറണ്ട് എലമെൻറ്റ് dl dB പ്രൊപ്പോർഷണൽ ടു കറണ്ട് I. ഒരു കറണ്ട് എലമെൻ്റ് എടുത്തു, ഇതിനകത്തൂടെ I കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. ഇതിനകത്തുനിന്ന് ഒരു DL എലമെൻ്റ് എടുത്തു. അത് കാരണം ഇവിടെ P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു dB എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ dB പ്രൊപ്പോർഷണൽ ടു I എന്ന് എഴുതാം, പ്രൊപ്പോർഷണൽ ടു കറണ്ട് എലമെൻറ്റ് DL എന്ന് എഴുതാം, പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ സൈൻ തീറ്റ എന്താണെന്ന് നമ്മൾ പറയണം. ഈ പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ R ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ആരൊക്കെയാണ്? R ആൻഡ് DL. ആറിനും DLനും ഇടയ്ക്ക് വരുന്ന ആംഗിളാണ്. കഴിഞ്ഞില്ല, ഇനിയൊരു കാര്യം കൂടിയുണ്ട്. dB പ്രൊപ്പോർഷണൽ ടു 1/r² എന്നും കൂടിയുണ്ട്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് സ്ക്വയർ. ഈ ഡിസ്റ്റൻസ് സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇതെല്ലാം കൂടി നമ്മൾ എടുത്ത് ഒറ്റയടിക്ക് എഴുതുന്നു. dB പ്രൊപ്പോർഷണൽ ടു I dl സൈൻ തീറ്റ r², അല്ലെങ്കിൽ dB ഈക്വൽ ടു μ0/4π കോൺസ്റ്റൻ്റ് ആണ്. I dl സൈൻ തീറ്റ r². കഴിഞ്ഞു. ബയോട്ട്-സാവേർട്ട്സ് ലോ ഇത്രയേ ഉള്ളൂ. dB പ്രൊപ്പോർഷണൽ ടു ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എലമെൻറ്റ് DL സൈൻ തീറ്റ, I dl സൈൻ തീറ്റ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ഇൻവേഴ്സ് 1 ആണ്, 1/r², ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. dB പ്രൊപ്പോർഷണൽ ടു I dl തീറ്റ, I dl സൈൻ തീറ്റ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ഇത് താഴെ എഴുതിയിരിക്കുന്നത് അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². ഓർത്തിരിക്കാൻ എളുപ്പമാണ്. I dl സൈൻ തീറ്റ, താഴെ എഴുതിയിരിക്കുന്നത് 1/r². എന്തായിരുന്നു? I dl സൈൻ തീറ്റ r². ഇനി ഒരു കോൺസ്റ്റന്റ് μ0/4π. ഇനി μ0 എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി. ε0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് പറഞ്ഞതുപോലെ ഇതും പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻⁷ ടെസ്ല മീറ്റർ പെർ ആംപിയർ. ഇനി ഇവിടെ നമുക്കൊരു ചെറിയൊരു വിഷയമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ വെക്റ്റർ ഫോമിലേക്ക് എഴുതാൻ ചോദിക്കാം. ഒന്നും ചെയ്യാനില്ല, വെക്റ്റർ നൊട്ടേഷൻ കൊടുത്തു, കോൺസ്റ്റന്റ് എഴുതി, I dl ക്രോസ് r ബൈ മുകളിലൊരു 6 വന്നപ്പോൾ താഴെയും കൂടി ഒരു 6 കൊടുത്തേക്കുക, r³. I dl ക്രോസ് r ബൈ r³. മുകളിലൊരു 6 വന്നു, അപ്പോൾ താഴെ ഒരു r³ കൂടി കൊടുത്തേക്കുക.
ശരിക്കും നമ്മളിവിടെ പറയുന്നത് യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുമ്പോൾ r/r വരും എന്നിട്ടൊക്കെ എഴുതുക എന്നാണ്. ഇപ്പം എന്തായാലും അത്രയ്ക്കൊന്നും വേണ്ട. എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്, പെട്ടെന്ന് എഴുതാനുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് പഠിച്ചു തീർക്കാനുള്ള കാര്യങ്ങൾ, ഒരു ക്വിക്ക് റിവിഷൻ അല്ലേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, DL ഇൻറ്റു ക്രോസ് r എഴുതുക, ഒരു r കൂടി താഴെ കൊടുത്തേക്കുക. ഓൾറെഡി r² ഉണ്ടായിരുന്നു, ഒരു r കൂടി വന്നപ്പോൾ അത് r³ ആയിട്ട് മാറി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബയോട്ട് സാവർട്ട്സ് ലോയും പഠിച്ചു കഴിഞ്ഞു. ഇനി ബയോട്ട് സാവർട്ട്സ് ലോ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് മെയിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ലൂപ്പ്. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ലൂപ്പ്. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാതെ പോകരുതും, പഠിച്ചേക്കണം. ഒരു കറണ്ട് ലൂപ്പ് എടുത്തു, സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. കറണ്ട് ലൂപ്പ് ആകുമ്പോൾ ഇതിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു DL എലമെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഈ എലമെൻറ്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് തീറ്റ എന്നെടുത്തു. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ dB എന്നെടുത്തു. ഒരു കറണ്ട് എലമെൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ലൂപ്പ്, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ഇതിനകത്ത് ഞാനൊരു കറണ്ട് എലമെൻറ്റ് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്തിട്ട് ആ ഡിസ്റ്റൻസ് ഞാൻ x എന്ന് കൊടുത്തു. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് a കൊടുത്തു. ഈ പോയിന്റിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് dB. ക്ലിയർ ആയോ? ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ എനിക്ക് രണ്ടായിട്ട് എനിക്ക് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും. ഇത് തീറ്റയാണെങ്കിൽ ഇത് 90 - തീറ്റ, ഇത് തീറ്റ തന്നെ. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ തന്നെയായിരിക്കും. ഇതെന്ന് പറയുന്നത് dB കോസ് തീറ്റയാണ്. ഇത് dB ആണ്, ഇത് dB കോസ് തീറ്റയാണ്. ഇത് വരുമ്പോഴത്തേക്കും dB സൈൻ തീറ്റയാണ്. ഓക്കെ ആണോ? അപ്പം ഞാനിവിടെ അത്യാവശ്യം നമുക്ക് എക്സാമിന് എന്തൊക്കെ എഴുതേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ എഴുതി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിവിടെ വേണ്ടത് ബൈ ബയോട്ട് സാവർട്ട്സ് ലോ. ആദ്യം ഫിഗർ ഇത്രയും വരയ്ക്കുക. ഒരു ലൂപ്പ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒരു DL മാർക്ക് ചെയ്തു. ആ DL ഈ പോയിന്റിൽ നിന്ന് x ഡിസ്റ്റൻസിലാണ്. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്, dB എന്ന് കൊടുത്തു. ഇവിടെ ആംഗിൾ തീറ്റയാണ്. എനിക്കിതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് dB കോസ് തീറ്റയും ഇത് dB സൈൻ തീറ്റയും. ഇനി ബൈ ബയോട്ട് സാവർട്ട്സ് ലോ, BS എന്ന് എഴുതരുത്, ഫുൾ എഴുതിയേക്കണം കേട്ടോ. ബൈ ബയോട്ട് സാവർട്ട്സ് ലോ dB ഈക്വൽ ടു μ0/4π IDL സൈൻ തീറ്റ ബൈ r². IDL സൈൻ തീറ്റ ബൈ r². ഇനി സൈൻ തീറ്റ എന്ന് പറയുന്നത് കറണ്ട് എലമെൻറ്റിനും ഈ പോയിന്റിനും ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ബയോട്ട് സാവർട്ട്സ് ലോ പറയുമ്പോൾ തന്നെ നമ്മളത് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു തീറ്റ എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന എലമെൻറ്റിന് ഇതിനിടയ്ക്ക് വരുന്ന ആംഗിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആംഗിളാണ്. ആ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് നമുക്കിതിന് എന്തെന്ന് എഴുതാം? μ0/4π IDL ബൈ r². ഇനി ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് x ആണ്. അതുകൊണ്ട് നമുക്കിവിടെ എന്തെന്ന് കൊടുക്കാം? x² എന്ന് അങ്ങ് കൊടുത്തേക്കാം ആദ്യമേ. കാര്യം ഈ കറണ്ട് എലമെൻറ്റും ഈ പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് x ആണ്, r അല്ല, x ആണ്. അതുകൊണ്ട് നമുക്കിവിടെ x² എന്ന് അങ്ങ് കൊടുത്തേക്കാം. ക്ലിയർ ആയോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ഈ ലൂപ്പ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. ഇവിടെ ഒരു DL ഉണ്ടെങ്കിൽ ഇവിടെ ഒരു DL ഉണ്ട്. ഇവിടെ ഒരു DL എടുത്താൽ ഇവിടെ ഒരു DL ഉണ്ട്. ഇവിടെ ഒരു DL എടുത്താൽ ഇവിടെ ഒരു DL ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ എടുത്താൽ നേരെ ഓപ്പോസിറ്റിലുണ്ട്, ഇവിടെ എടുത്താൽ ഇതിൻ്റെ ഓപ്പോസിറ്റിലുണ്ട്. അപ്പോൾ എവിടെ എടുത്താലും ഓപ്പോസിറ്റ് എൻഡിൽ നമുക്കൊരു DL വീതം നമുക്ക് കിട്ടും. അപ്പം ഞാനിവിടെ എക്സാമിന് വരയ്ക്കുമ്പോൾ നിങ്ങൾ വരയ്ക്കണ്ട, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു DL എടുത്തു, അതിനെ ഞാൻ ഇങ്ങനെ തന്നെ ജോയിൻ ചെയ്തു. അവിടെ എനിക്കൊരു dB എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അതിനെ എനിക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് dB കോസ് തീറ്റ ആയിരിക്കും, ഇതെന്ന് പറയുന്നത് dB സൈൻ തീറ്റ ആയിരിക്കും.
ഇത് രണ്ടും ഈക്വലും ഓപ്പോസിറ്റുമാണ്. ഇത് മുകളിലോട്ട് ഇത് താഴോട്ടോട്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോവും. ബാക്കി എന്തേ കാണത്തുള്ളൂ? ഇത് കാരണം ഒരു ഡി ബി സൈൻ തീറ്റയും ഇത് കാരണം ഒരു ഡി ബി സൈൻ തീറ്റയും മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ക്ലിയർ ആണോ? ഇത് കാരണമുള്ളൊരു ഡി ബി സൈൻ തീറ്റയും ഇത് കാരണമുള്ളൊരു ഡി ബി സൈൻ തീറ്റയും മാത്രമേ ഇവിടെ ആക്ട് ചെയ്യത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതണം. ഇതെങ്ങനെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊന്ന് എഴുതാൻ പറ്റും? ആദ്യം എഴുതുക. ബൈ ബയോട്ട് സാവർട്ട്സ് ലോ ഡി ബി ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ ഇടരുതും, എക്സ് തന്നെ ഇട്ടേക്കണം കേട്ടോ, തെറ്റിപ്പോരുതേ. ഈ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് എക്സ് സ്ക്വയർ കൊടുത്തത്. നമുക്ക് എഴുതാം. ബൈ റിസോൾവിങ് ഇൻറ്റു കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുക. നമ്മളിവിടെ ചെയ്തല്ലോ, കമ്പോണൻസ് ആക്കിയല്ലോ. ബൈ സിമെട്രി കാരണം ഏത് കമ്പോണൻറ്റ് ക്യാൻസലായി പോവും? കോസ് കമ്പോണൻറ്റ് ക്യാൻസലായി പോവും അല്ലേ? ഡി ബി കോസ് തീറ്റ ക്യാൻസൽ ഈച്ച് അതർ, രണ്ടും കൂടി ക്യാൻസലായി പോവും. ബാക്കി ഇനി നെറ്റ് ഫീൽഡ് ഏതായിരിക്കും? നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആണേ. ഡി ബി ഈസ് ഈക്വൽ ടു ഒരു ഡി ബി സൈൻ തീറ്റയും ഒരു ഡി ബി സൈൻ തീറ്റയും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 dB സൈൻ തീറ്റ എന്ന് കിട്ടും. 2 dB സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതെന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ആൻസർ ആവും. ദാറ്റ് ഈക്വൽ ടു 2 ഇൻറ്റു ഡി ബി എന്ന് പറയുന്നത് μ0/4π IDL ബൈ എക്സ് സ്ക്വയർ സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, ഇതാണ് തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? എന്ത് വരും? A/x എന്ന് വരും. A/x എന്ന് വരും. ക്ലിയർ ആയോ? ഇനി ഈ ഫിഗറിനകത്ത് എക്സ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു A² + R² എന്ന് എഴുതാമല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? A² + R² ദ ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാമല്ലോ. റൂട്ട് ഓഫ് A² + R² എന്ന് വെച്ചാൽ A² + R² ദ ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡി ബിയുടെ എക്സ്പ്രഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. 2 ഉണ്ട്, μ0/4π ഉണ്ട്, IDL ബൈ എക്സ് സ്ക്വയറിന് പകരം A² + R² കൊടുക്കാം. A/x ആണ് അല്ലേ? എക്സിന് പകരം A² + R² ദ ഹോൾ റേസ് ടു ഹാഫ് എന്ന് കൊടുക്കാം. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ 2 2 കൂടി ക്യാൻസൽ ചെയ്തേക്കാം. μ0/2π വരും, IDL വരും, ഇവിടെ ഒരു A ഉണ്ട്. താഴെ നോക്കിയേ, x⁻1ഉം x⁻½ കൂടി സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? x⁻1 എന്ന് വെച്ചാൽ 3/2. അതുപോലെ ഇവിടെ ഹോൾ റേസ് ടു 1ഉം ഹോൾ റേസ് ടു ഹാഫും എന്ത് വരും? 3/2 വരും അല്ലേ? A² + R² ദ ഹോൾ റേസ് ടു 3/2 എന്ന് വരും. ഇവിടെ നമ്മൾ A അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. A വെരി വെരി സ്മോൾ ആണ്. വെരി സ്മോൾ A² ക്യാൻ ബി നെഗ്ലക്റ്റഡ്. A അങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് കളയും. അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് വരുന്നത് μ0/2π IDL A ബൈ ഇതങ്ങ് പോയി, A² അങ്ങ് പോയി. ബാക്കിയുള്ളത് R² പുറത്തൊരു 3/2 ആണ്. R² ഇൻറ്റു 3/2, 2 2 ക്യാൻസലായിട്ട് R³ കിട്ടും. ഡി ബി നമുക്ക് കിട്ടി. ഡി ബി കിട്ടിയതുകൊണ്ട് നമ്മുടെ ജോലി കഴിഞ്ഞില്ല. നമുക്ക് എന്താ കിട്ടേണ്ടത്? ഈ മൊത്തം ലൂപ്പ് കാരണം ആക്ട് ചെയ്യുന്നത് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇൻ്റഗ്രൽ ഡി ബി എടുക്കണം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. μ0/2π IDL A ബൈ R³. ഇതിനകത്ത് ഡി എല്ലിനെ മാത്രം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളൂ, വേറെ ഒന്നിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനില്ല. അപ്പോൾ ബാക്കി എല്ലാത്തിനും നമ്മൾ പുറത്തേക്ക് എഴുതി. IA ബൈ R³ പുറത്തേക്ക് എഴുതി. ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുമ്പോഴത്തേക്കും ഡി എൽ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ എലമെൻ്റ് ആണ്. അപ്പം മൊത്തത്തിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ലെന്ത് കിട്ടും അല്ലേ?
എന്ന് വെച്ചാൽ 2πr ആയിരിക്കും. 2πr ആണ്. ഇവിടെ ആർ ക്യൂബും ഒരാറും കൂടി ക്യാൻസലായി പോകും, r² വരും. അതുപോലെ 2πയും 2πയും കൂടി കട്ടായിപ്പോയി. ബാക്കി എന്ത് കിട്ടി? μ0IA/r². μ0IA/r². ഇമ്പോർട്ടൻ്റ് ആണ് ഡെറിവേഷൻ, പഠിക്കാതിരിക്കരുത്, പഠിച്ചോണം. എക്സാമിന് സാധാരണ ചോദിച്ചു വരുന്നതാണ്, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ച് ബയോട്ട് സാവേർട്സ് ലോയും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുതും, ഉറപ്പായിട്ടും പഠിച്ചോണം. ഒരു മിനിറ്റ്. ഇതിൻ്റെ റേഡിയസ് എ എന്നാണ് നമ്മൾ എടുത്തത് അല്ലേ? റേഡിയസ് എ ആണ്. റേഡിയസ് എ ആണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്നത് 2πa ആണ്. അപ്പോൾ 2π ക്യാൻസലാകും, r³ ക്യാൻസലാകുന്നില്ല, r³ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ബാക്കി കിട്ടുന്നത് μ0IA/a² താഴെ വരുമ്പം r³. അതൊന്ന് നോട്ട് ചെയ്തോണേ. 2πr നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന റേഡിയസ് എ ആണ് റേഡിയസ് എങ്കിൽ ഇവിടെ നമുക്ക് 2πa എന്ന് കൊടുക്കാം. ടോട്ടൽ 2πa ആണ്. 2πയും 2πയും കൂടി ക്യാൻസലായി പോവും, ബാക്കി ഇവിടെ എ ഉണ്ട്. അപ്പോൾ എയും കൂടി വരുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും? μ0IA/a² വരും. താഴെ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും r³ ഉണ്ട്. ഈ 2πയും 2πയും കൂടി ക്യാൻസലായി പോവും. 2πയും 2πയും കൂടി ക്യാൻസലായി പോവും. a/a² വരും r³ വരും. ഓക്കെ, അത് പെട്ടെന്ന് നോട്ട് ചെയ്ത്, ഇവിടെ r³ ആണ് വരേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പഠിച്ചിട്ടോണം, വിട്ടുകളയരുതേ. പഠിക്കാൻ എളുപ്പമാണ്. ഈ ലൂപ്പ് വരയ്ക്കാൻ പഠിക്കുക. ദെൻ ബയോട്ട് സാവേർട്സ് ലോ വെച്ചിട്ട് ഇതിൻ്റെ ഇക്വേഷൻ എഴുതുക. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും റിസോൾവ് ചെയ്യുന്ന കാര്യം പറയുക. സിമെട്രി വെച്ചിട്ട് ക്യാൻസലായി പോയിട്ട് ഒരു കമ്പോണൻറ്റ് മാത്രമേ, സൈൻ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുക. സൈൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് എഴുതുക അല്ലേ? a/x എന്നുള്ളത് എഴുതുക. ദെൻ നമ്മൾ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും x² പകരം a² + r², എക്സിന് പകരം a² + r² ½ കൊടുക്കുക. ഇത് രണ്ടും കൂടി വരുമ്പം 3/2 ആണ്. 1.5 എന്ന് പറയുന്നത് 3/2 ആണ്. ദെൻ താഴേക്ക് വരുമ്പോഴത്തേക്കും a² അങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു, ബാക്കി നമുക്ക് r³ കിട്ടും. പിന്നെ താഴോട്ട് വരുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലൂപ്പാണ്, സർക്കുലർ ലൂപ്പാണ്. നമുക്ക് dl ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2πa ആണ് വരുന്നത്. 2π ക്യാൻസലായി, a ഉണ്ട്. ആ എയും കൂടി ഇതിൻ്റെ കൂടെ വരുമ്പോൾ μ0IA²/r³ എന്ന് വരും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ആംബിയർ സർക്യൂട്ടൽ തിയറവും അതിനെ ബേസ് ചെയ്തുള്ള 2 ക്വസ്റ്റ്യനുമാണ്. ഒന്ന് ബി ഡ്യൂ ടു സ്ട്രെയിറ്റ് വയർ അല്ലെങ്കിൽ ബി ഡ്യൂ ടു സോൾനോയിഡ്. കൂടുതലും ചോദിച്ച് കാണുന്നത് സോൾനോയിഡ് ആണ് കേട്ടോ. കൂടുതലും സോൾനോയിഡ് ആണ് ചോദിച്ച് കാണുന്നത്. എങ്ങാനും ഒരു ചേഞ്ചിന് വേണ്ടി സ്ട്രെയിറ്റ് വയർ കയറി ചോദിച്ചുകൂടായില്ല, കാരണം ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഇമ്പോർട്ടൻസ് സോൾനോയിഡിന് തന്നെയാണ്. ആദ്യം ആംബിയർ സർക്യൂട്ടൽ തിയറി എന്താ പറയുന്നത്? ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡ്. ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ ക്ലോസ്ഡ് പാത്ത് ഈക്വൽ ടു μ0 ടൈംസ്
mu0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദി പാത്ത്. ഇതാണ് ആംബിയസ് സർക്യൂട്ടൽ തിയറം. നമ്മളിനി ഇത് വെച്ചിട്ട് ആദ്യം നമ്മൾ പറയുന്നത് സ്ട്രെയിറ്റ് വയറിൻ്റെ ആണ്. ഒരു സ്ട്രെയിറ്റ് വയർ എടുത്തു, അതിൽ കൂടി ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ് വയറിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഞാൻ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് വേണം എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഈ ഡിസ്റ്റൻസ് ഞാൻ ആർ എന്നെടുത്തു. ഗോസ് തിയറം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഗോസിയൻ സർഫസ് എടുക്കുന്ന പോലെ ഇവിടെ നമ്മൾ എടുക്കുന്നത് ആംബീരിയൻ ലൂപ്പാണ്. ഇപ്പോൾ ഒരു സർക്കുലർ ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്തു. ഇനി ആംബിയസ് സർക്യൂട്ടൽ തിയറം വെച്ചിട്ട് ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു mu0 I ആണ്. ബി ഇൻറ്റു ഡി എൽ എന്ന് പറയുന്നത് ഈ പാത്തിൻ്റെ ഇൻറ്റഗ്രേഷനാണ്. പാത്ത് എന്ന് പറയുന്നത് സർക്കിളാണ്. എന്ത് വരും? 2πr വരും. ഈക്വൽ ടു mu0 I ആണ്. അങ്ങനെയെങ്കിൽ ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടും? mu0 I ബൈ 2πr. അത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ആംബിയസ് സർക്യൂട്ടൽ തിയറം. അത് വെച്ചിട്ട് സ്ട്രെയിറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡ് ക്യാരിയിങ് കറണ്ട് ആണ്. ഡ്യൂ ടു സോളിനോയിഡ് ആണ്. അത് ചെയ്യാനായിട്ട് ആദ്യം നമ്മളൊരു സോളിനോയിഡിനെ കൺസിഡർ ചെയ്യുക. ഒരു ബാറ്ററിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടെ ആയി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും, അല്ലേ? ഇനി ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇതിനകത്തൊരു പോയിന്റ് എടുത്തു. ആ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മൾ എന്തെഴുതും? കൺസിഡർ സോളിനോയിഡ് ക്യാരിയിങ് കറണ്ട്. സോളിനോയിഡ് ക്യാരിയിങ് കറണ്ട് I, ലെങ്ത് L, number of turns n. I current, L length, n number of turns. ഇവിടെ ഒരു ആംബീരിയൻ ലൂപ്പ് എടുത്തു. ABCD. Consider an ambient loop. Ambient loop ABCD. ഇനി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ABCD കൂടെയുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന് ഈക്വൽ ആയിരിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? AB കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ് BC കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ് CD കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ് DA കൂടി വരുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ആംബിയസ് സർക്യൂട്ടൽ തിയറം വെച്ചിട്ട് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു ABCD ആണ്. എയിന്ന് ബിയിലേക്ക്, അല്ലേ? A to B ബി ഡോട്ട് ഡി എൽ പ്ലസ് അടുത്തത് BC ആണ്. ബി തുടങ്ങി C വരെയുള്ള ബി ഡോട്ട് ഡി എൽ പ്ലസ് സിന്ന് D വരെയുള്ള ബി ഡോട്ട് ഡി എൽ പ്ലസ് ഡിന്ന് A വരെയുള്ള ബി ഡോട്ട് ഡി എൽ. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ രണ്ട് സൈഡും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പം ബി ഡോട്ട് ഡി എൽ നമ്മളിവിടെ എടുക്കുമ്പം ബി ഡി എൽ കോസ് 90 എന്ന് വരും. കോസ് 90 വരുമ്പോൾ 0 ആയി പോവും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? AD യും BC യും, അല്ലേ? AD ആൻഡ് BC. എവിടെയൊക്കെ AD യും BC യും വരുന്നത്? ഇതും DC വരുന്നതും 0 ആയി പോവും. ഇതും DC വരുന്നതും 0 ആയി പോവും. കാര്യം എന്താ? DL പെർപെൻഡിക്കുലർ ടു B ആണ്. ഇനി ഒരു മിനിറ്റ്. ABCD, അല്ലേ? ഈ സൈഡ് എന്ന് പറയുന്നത് BC ആണ്. B to C ഇത് B to C യും
അതുപോലെ ഇത് AD ആണ്. AD എന്ന് പറയുന്നത് ഇത് A2D. ഇത് രണ്ടും 0 ആയി പോവും. ഇത് രണ്ടും 0 ആകാനുള്ള കാരണം എന്താ? DL പെർപെൻഡിക്കുലർ ടു B ആണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ DC എന്ന് പറയുന്നത് ഈ സോളിനോയിഡിന് പുറത്താണ്. സോളിനോയിഡിന് പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് B = 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? B = 0. അതുകൊണ്ട് ഇതും എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ വെർട്ടിക്കലായിട്ട് വരുന്ന ഈ രണ്ട് സൈഡും 0 ആണ്. അതുപോലെ പുറത്ത് വരുന്ന ഈ സൈഡും 0 ആണ്. അപ്പോൾ ബാക്കി നമുക്കിനി ഏത് മാത്രമേ ഉള്ളൂ? AB മാത്രമേ വരുന്നുള്ളൂ. AB B.dl മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തെഴുതാം? B.dl ABCD എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? A to B B.dl ഈക്വൽ ആണ്. ദാറ്റ് ഈക്വൽ ടു μ0 I ആണ് ആംബിയർ സർക്യൂട്ടൽ തിയറം വെച്ചിട്ട്. ഇനി ഇവിടെ A to B എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ ലെന്ത് ആണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ടോട്ടൽ ലെന്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ BL = μ0 I എന്ന് എഴുതാം. അല്ലെങ്കിൽ B = μ0 I/L എന്ന് എഴുതാം. μ0 I/L എന്ന് എഴുതാം. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ n ടേൺസ് ഉണ്ട് അല്ലേ? നമ്പർ ഓഫ് ടേൺസ് n ടേൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ B എന്ന് പറയുന്നത് μ0 Ni/L ഈക്വൽ ആയിരിക്കും. μ0 Ni/L ഈക്വൽ ആയിരിക്കും. ഈ n/L നമ്മൾ സ്മോൾ n എന്ന് പറയും. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്ത്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്ത്. അപ്പോൾ നമുക്കിതിന് എന്തെഴുതാം? μ0 Ni എന്ന് എഴുതാം. കഴിഞ്ഞു. ഇവിടെ നമുക്ക് ആംബിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ രണ്ട് ആപ്ലിക്കേഷനാണ്. ഡ്യൂ ടു സ്ട്രെയിറ്റ് വയർ ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ആപ്പാട് ഇത് മാത്രം എഴുതിയാൽ മതി. സോളിനോയിഡ് വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ആംബീരിയൻ ലൂപ്പ് എടുക്കുക, ABCD എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ B.dl എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻ്റഗ്രൽ ഈ ഒരു സൈഡ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. A to B മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. A to B മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ 0 ആയി പോവും, ഇവിടെയും 0 ആയി പോവും. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ ഇതും 0 ആയി പോവും. പുറത്താണ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് A to B B.dl മാത്രം. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ A to B B.dl μ0 I ആണെന്ന് നമുക്ക് എഴുതാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ എന്താണ് വരുന്നത്? BL = μ0 I ആണ്. അല്ലെങ്കിൽ B = μ0 I/L എന്ന് വരും. n ടേൺസ് ഉണ്ടെങ്കിൽ ഇതിന് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ n/n സ്മോൾ n കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ഇത്ര എഴുതിയാൽ മാത്രം മതി. ക്ലിയർ ആയോ? വേർ n/L = സ്മോൾ n എന്ന് എഴുതുക. ഇനി സ്മോൾ n എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്ത്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്ത് ആണ്. ക്ലിയർ? ഇനി ഇതിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ വിൽ യു കൺവേർട്ട് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ ത്രൂ സർക്യൂട്ട്? ഗാൽവനോമീറ്ററിനെ നമുക്ക് എങ്ങനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഗാൽവനോമീറ്ററിനെ അൺമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, ഗാൽവനോമീറ്ററിന് എക്രോസ് ആയിട്ട് ഒരു ലോ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുക. ലോ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ്. ഇതാണ് ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സർക്യൂട്ട് ഡയഗ്രാം. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാതെ പോകരുതും, പഠിച്ചിട്ടേ പോകാവുള്ളൂ.
ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സർക്യൂട്ട് ഡയഗ്രം ഇതാണ്. പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ഇതിനകത്ത് ഐ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരുമ്പം ഐ ജി കറണ്ട് ഇങ്ങോട്ടും പോകും, ഐ മൈനസ് ഐ ജി കറണ്ട് ഇങ്ങോട്ടും വരും. ഇത് രണ്ടിനകത്തെയും വോൾട്ടേജ് സെയിം ആയിരിക്കും, കാരണം പാരലൽ കണക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐ ജി ഇൻറ്റു ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ജി ആണെങ്കിൽ ഇവിടെ വരുമ്പം ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഷണ്ട് റെസിസ്റ്റൻസ് എസ് ഈസ് ഈക്വൽ ടു ഇതിനെ നേരെ താഴെ കൊണ്ടുവന്നാൽ മാത്രം മതി, ഐ ജി ബൈ ജി ബൈ ഐ മൈനസ് ഐ ജി. കണ്ടോ, എക്സ്പ്രഷൻ ഫോർ ഷണ്ട് റെസിസ്റ്റൻസ്. അങ്ങനെയെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ഇല്ലേ? ഗാൽവനോമീറ്ററിനെ എങ്ങനെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് ചോദിക്കാമല്ലോ അല്ലേ? ജി എം ടു വോൾട്ട് മീറ്റർ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് ചോദിക്കാം. അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഗാൽവനോമീറ്ററിൻ്റെ കൂടെ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുക. ഗാൽവനോമീറ്ററിൻ്റെ കൂടെ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുക. ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അത് തന്നെയായിരിക്കും ഇത് രണ്ടിൽ കൂടിയും ഫ്ലോ ചെയ്യുന്നത്. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് പ്ലസ് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. അപ്പം ഐ ഇൻറ്റു ജി പ്ലസ് ഐ ഇൻറ്റു ഇതിൻ്റെ വാല്യൂ ആറാണെങ്കിൽ ആറിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഐ ആർ ഈക്വൽ ടു വി മൈനസ്, ഇതിനകത്ത് ഒരു ഐ അങ്ങ് പുറത്തേക്ക് എടുക്കാം, ഐ ഇൻറ്റു ജി പ്ലസ് ആർ എന്ന് വരും. ശരിയല്ലേ? ഐ ഇൻറ്റു ജി പ്ലസ് ആർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ജി പ്ലസ് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് എഴുതാം. ആർ ഈക്വൽ ടു വി ബൈ ഐ മൈനസ് ജി എന്ന് എഴുതാം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം. ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും. പിന്നെ ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വോൾട്ട് മീറ്ററിനെ എപ്പോഴും സർക്യൂട്ടിൽ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യത്തുള്ളൂ. ഇത് ഹൈ റെസിസ്റ്റൻസ് ഉള്ളതാണ്, ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഹൈ ആണ്. അതുപോലെ അമ്മീറ്ററിനെ എപ്പോഴും നമ്മൾ സീരീസിലേ കണക്ട് ചെയ്യത്തുള്ളൂ, ഇത് ലോ റെസിസ്റ്റൻസ് ആണ്. ഇതെപ്പോഴും നോട്ട് ചെയ്തോണം. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഒന്നും കൂടി പറയുകയാണ്, ഈ സോളിനോയിഡ് ഞാനത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പം കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയി, കുറച്ച് ലെന്തി ആയിപ്പോയി. അപ്പം അങ്ങനെ ലെന്തി ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ലെന്തി ആയിട്ട് തന്നെ പഠിച്ചോളൂ. അല്ല, എക്സാമിന് വേണ്ടി ഏറ്റവും ഷോർട്ടായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഒരു സോളിനോയിഡ് വരയ്ക്കുക, കണക്ഷൻ കൊടുക്കുക, ദെൻ കറണ്ട് ഐ ഉണ്ട്, ഇതിനകത്തൊരു ആംബീരിയൻ ലൂപ്പ് എടുക്കുക, ABCD എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് മാത്രം എഴുതിയാൽ മതി? BC ആൻഡ് DA പെർപെൻഡിക്കുലർ ടു B, ദെർഫോർ അവിടെ എന്തായിരിക്കും? ഫീൽഡ് 0 ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിട്ട് വരും. ഇനി DC ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സോളിനോയിഡ് B ഈക്വൽ ടു 0 ആണ്. പിന്നെ ഏത് മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ A ടു B ഡോട്ട് DL മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അത് ഈക്വൽ ടു μ0 ആയി എന്ന് എഴുതിയിട്ട് ബാക്കി എഴുതിയേക്കുക. ഓക്കെ, ഞാനത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പം പെട്ടെന്ന് സാധാരണ പറയുന്ന പോലെ കുറച്ച് കൂടുതലായിട്ട് നീണ്ടുപോയി. അത്രയും വേണ്ട, ഇത്രയും സിമ്പിളായിട്ട്. പഠിച്ചവരാണെങ്കിൽ ഓക്കെ, ഇത് ഫുള്ളും നോക്കിക്കോളൂ കേട്ടോ. പഠിച്ചവരാണെങ്കിൽ ഇത് ഫുള്ളും തന്നെ നോക്കൂ. പഠിക്കാത്തവരാണെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 2 കാര്യങ്ങളാണ് നമ്മൾ വിട്ടുപോയിട്ടുള്ളത്. 2 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന് ഇതാണ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ സ്ട്രെയിറ്റ് കണ്ടക്ടറും ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടറും. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പറയാനായിട്ട് വിട്ടുപോയിട്ടുള്ളത്. അതായത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പം അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡിൽ സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ വെച്ചിട്ടുണ്ട്. കണ്ടക്ടർ തീറ്റ ആംഗിളിലാണ് ഇരിക്കുന്നത്. ഇതിനകത്തൂടി ഒരു ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് QVB ആണ്. ഓക്കെ ആണോ?
ഇനി ഈ കണ്ടക്ടറിൻ്റെ ലെന്ത് എല്ലും ഏരിയ എയും ആണെങ്കിൽ അതിൻ്റെ വോളിയം AL ആണ്. യൂണിറ്റ് വോളിയത്തിൽ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ AL വോളിയത്തിൽ എത്ര ഉണ്ടാവും? NaL ഉണ്ടാവും. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണ്. അപ്പോൾ NaL ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? E. NaL E അതായിരിക്കും Q. Qന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? NaLe. ഇനി ഇവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിരിക്കും. B മാഗ്നറ്റിക് ഫീൽഡ്. ശരിയാണോ? VENA അല്ലേ? VENA എന്ന് പറയുന്നത് കറണ്ട് I ആണ്. അപ്പം എന്ത് കിട്ടും? LIB എന്ന് കിട്ടും. LIB എന്ന് കിട്ടും. ഇതാണ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ്ഡ് കണ്ടക്ടർ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ പാരലൽ കണ്ടക്ടേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ടെങ്കിലോ, വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ ടു പാരലൽ വയർ? ഇതിനകത്ത് I1 കറണ്ട്, ഇതിനകത്ത് I2 കറണ്ട്. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, B1. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയ്ക്കുന്നത്? I2 ഇരിക്കുന്നത്, B1 മാഗ്നറ്റിക് ഫീൽഡിൽ. അങ്ങനെയാണെങ്കിൽ F21 ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞു LIB ആന്ന് പറഞ്ഞു. L എന്ന് പറയുന്നത് ഇതിൻ്റെ ലെന്ത്, I എന്ന് പറയുന്നത് ഇതിൻ്റെ ലെന്ത് I2 അല്ലേ? സെക്കൻഡ് വൺ ആണ്. L2 ഇതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് I2. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാത്രം ഇത് ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ദാറ്റ് ഈക്വൽ ടു L2 I2. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് വയർ എന്ന് പറയുന്നത് μ0 I by 2π ആണ്. μ0 I by 2π ആണ്. ഓക്കെ, ഈ I എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണിൻ്റെ ആണ്. ഓക്കെ ആണോ? ഇങ്ങനെയാണെങ്കിൽ F21 by L2 എന്ന് പറയുന്നത് μ0 I1 I2 by 2π ആണ്. ക്ലിയർ ആണോ? 2πr ഉണ്ടല്ലേ? 2πr ഉണ്ട്. ഈ ഇക്വേഷനാണ് μ0 I by 2πr. ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചും ഫൈൻഡ് ഔട്ട് ചെയ്യാം. F12 എന്ന് പറയുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. L2ന് പകരം L1 വരും, അത്രയും മാത്രമേ ഉള്ളൂ. L1 I1 μ0 I2 by 2πr എന്ന് വരും. അവിടെയും F12 by L1 എന്ന് പറയുമ്പോൾ μ0 I1 I2 by 2πr എന്ന് വരും. ഇത് രണ്ടും സെയിം ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്ത് രണ്ടിൻ്റെ സെയിം ആണ്. ഇനി ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ്, സാധാരണ ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ ഈ ഡെറിവേഷൻ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നോക്കിക്കോളൂ. ലാസ്റ്റ് ടൈം എല്ലാം കൂടെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. എന്നിട്ട് ഞാൻ വിട്ടേക്കെന്ന് അങ്ങ് ഉറപ്പിച്ച് പറയുമല്ല, എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് പഠിക്കേണ്ടത് ലോറൻസ് ഫോഴ്സ്, അതിന് റിലേറ്റ് ചെയ്ത് വരുന്ന സർക്കുലർ പാത്തിൽ കൂടെയുള്ള മോഷൻ കാര്യങ്ങളെല്ലാം കൂടിയാണ്. പിന്നെ അതിനകത്ത് വരുന്നത് മറ്റേ ഏതാ ബയോട്ട് സാവർട്ട്സ് ലോ, അതിൻ്റെ ആപ്ലിക്കേഷൻ സർക്കുലർ കോയിലിൻ്റെത്, ദെൻ ആംബിയർ സർക്യൂട്ടൽ ലോ, അതിൻ്റെ സ്ട്രെയിറ്റ് വയറും സോളിനോയിഡും, പിന്നെ കൺവേർഷനാണ്. കൺവേർഷൻ ഗാൽവനോമീറ്റർ ടു അമ്മീറ്ററും ഗാൽവനോമീറ്റർ ടു വോൾട്ട് മീറ്ററും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കേസ്. പിന്നെയാണ് പാരലൽ കണ്ടക്ടേഴ്സ് വരുന്നത്. ഇതിനകത്ത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, കറണ്ട് രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഈ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഇനി ഒന്നിനകത്ത് കറണ്ട് മുകളിലോട്ട് ഒന്നിനകത്ത് താഴേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ വരുന്നത് റിപ്പൽഷൻ ആയിരിക്കും. ഇത് രണ്ട് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. ഇത് 1 മാർക്കിന് ചോദിക്കുന്നതാണ്. പാരലൽ വയറിൻ്റെ ഇടയ്ക്ക്
കറണ്ട് രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നതെങ്കിൽ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഇനി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്താണെന്ന് മാത്രം. മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പടം വരയ്ക്കാനായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തന്നേക്കാം. ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ട്, നടുക്കൊരു സ്പൈറൽ സ്പ്രിങ് ഉണ്ട്, 2 മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്കെയിൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇത്രയും വരച്ചാൽ മാത്രം മതി. ഒരു സോഫ്റ്റ് അയൺ കോർ വരയ്ക്കുക. അതിൻ്റെ അകത്തൊരു സ്പ്രിങ് വരുന്നുണ്ട്, അതിൻ്റെ പുറത്തുകൂടി കോയിൽ വരച്ചേക്കുക. റെക്റ്റാങ്കുലർ കോയിൽ വരുന്നുണ്ട്, 2 സൈഡിലുമായിട്ട് മാഗ്നറ്റ് വരുന്നുണ്ട്. ദെൻ അവിടെ നിന്നൊരു പോയിൻ്റർ, ആ പോയിൻ്ററിലേക്ക് ഒരു സ്കെയിൽ അറേഞ്ച്മെൻറ്റ്. ഇതിൻ്റെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, കറണ്ട് ക്യാരിയിങ് rectangular coil in magnetic field experience torque. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. കറണ്ട് ക്യാരിയിങ് കോയിലിന് മാഗ്നറ്റിക് ഫീൽഡ് വയ്ക്കുകയാണെങ്കിൽ അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി ഇതിനകത്ത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതിനകത്ത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് NIAB ആയിരിക്കും. ഈ ടോർക്ക് കാരണം കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തെ സ്പ്രിങ് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ അവിടെ നടക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് C⁻ ഈ NIABയെയും ഈ C⁻ കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് NIAB = C⁻. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് കറണ്ട് C/NAB × θ എന്ന് വരും. ഇതിന് മൊത്തത്തിൽ നമ്മൾ K എന്ന് കൊടുക്കും. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ I പ്രൊപ്പോർഷണൽ ടു θ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യങ്ങൾ. ഓക്കെ, മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചാപ്റ്റർ ഫുൾ പഠിച്ചു കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുകയാണ്. ഇതിനകത്തൂടെ I കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. ഇതിൻ്റെ ലെന്ത് L ആണ്, ഇത് A ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് LIB ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഇവിടെ കറണ്ട് മുകളിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ കറണ്ട് താഴേക്കാണ്. അപ്പോൾ ഈ രണ്ടിടത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വരും? ടോർക്ക് വരും. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B എടുക്കാം, B ആണ്. അപ്പോൾ എന്ത് വരും? LIB × B എന്ന് വരും. L ലെന്തും B ബ്രെഡ്ത്തും ആണെങ്കിൽ L × B എന്ന് പറയുന്ന ഏരിയയാണ്. IBA എന്ന് വരും. ഇതാണ് റെക്റ്റാങ്കുലർ കോയിലിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക്. റെക്റ്റാങ്കുലർ കോയിലിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക്. N ടേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? NIBA എന്ന് എഴുതാം. NIBA എന്ന് എഴുതാം. ഈ ചാപ്റ്റർ ഫുള്ളും ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുക. ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ലോറൻസ് ഫോഴ്സ് റിലേറ്റ് ചെയ്ത് വരുന്നത്, ബയോട്ട്-സാവേർട്ട്സ് ലോ അതിൻ്റെ ആപ്ലിക്കേഷൻ, ദെൻ ആംബിയസ് സർക്യൂട്ടൽ തിയറം പഠിക്കുക, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ സംഭവങ്ങളൊക്കെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ബാക്കി കഴിഞ്ഞ ടോപ്പിക് കൂടി പഠിക്കുക. ബാക്കി അത്രയും പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ബാക്കി പറഞ്ഞ ടോപ്പിക് കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ബാക്കി ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് പഠിക്കാവുന്ന രീതിയിൽ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ.